ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് SCERT ടെക്സ്റ്റ് ബുക്ക് 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഫസ്റ്റിലെ 4ാമത്തെ ചാപ്റ്ററിന്റെ പേര് ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും. ഇതിൽ പ്രധാനമായിട്ടും കച്ചവടത്തിന് വന്ന ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെയെല്ലാം കീഴടക്കി. സൈനിക ശക്തിയിലൂടെയും നയതന്ത്രത്തിലൂടെയുമാണ് ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങളെ കീഴടക്കിയത്. 1757 പ്ലാസി യുദ്ധം മുതൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം വരെയുള്ള 100 വർഷ കാലയളവിലാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വലിയൊരു ഭാഗം പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലായത്. അപ്പൊ പ്ലാസി യുദ്ധം നടന്ന വർഷം 1757. അതുപോലെ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത്. ഈ 1757 1857 ഇടയിലുള്ള 100 വർഷ കാലയളവിലാണ് ഇന്ത്യയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലായത്. 63% പ്രദേശങ്ങളും ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായിരുന്നു. ശേഷിക്കുന്ന പ്രദേശങ്ങളിൽ ഭൂരിഭാഗവും ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലുള്ള നാട്ടുരാജ്യക്കാന്മാരായിരുന്നു ഭരിച്ചിരുന്നത്. അടുത്ത പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ബ്രിട്ടീഷ് നയങ്ങളുടെ പ്രത്യാഘാതങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ ദുരിതം ആദ്യം അനുഭവിച്ചതിൽ പ്രധാന വിഭാഗം കർഷകരായിരുന്നു. അപ്പൊ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി നയങ്ങളായിരുന്നു കർഷകരുടെ നട്ടലൊടിച്ചത്. അപ്പൊ അവര് നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട ഭൂനികുതി സമ്പ്രദായങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പൊ അതിൽ ഒന്നാമത്തെയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. രണ്ടാമത്തേത് റയട്ട് വാരി വ്യവസ്ഥ. മൂന്നാമത്തേത് മഹൽവാരി വ്യവസ്ഥ. ഇങ്ങനെ 3 ഭൂനികുതി വ്യവസ്ഥകളാണ് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയത്. അപ്പൊ അവർ മെയിൻ ആയിട്ട് ഏത് പ്രദേശങ്ങളിലൊക്കെയാണ് ഇത് നടപ്പിലാക്കിയത് എന്ന് വെച്ചാൽ, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിൽ. അതുപോലെ റയട്ട് വാരി വ്യവസ്ഥ നടപ്പിലാക്കിയത് ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലും മഹൽവാരി വ്യവസ്ഥ നടപ്പിലാക്കിയത് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലുമായിരുന്നു. അപ്പൊ ഈ 3 വ്യവസ്ഥകളുടെ പേരുകൾ ഓർത്തു വെക്കുക. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, റയട്ട് വാരി വ്യവസ്ഥ, മഹൽവാരി വ്യവസ്ഥ എന്നിങ്ങനെയാണ് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ പ്രധാന ഭൂനികുതി സമ്പ്രദായങ്ങൾ. അടുത്തത് നമ്മൾ ഇവരെന്തൊക്കെയാണ് ആ വ്യവസ്ഥയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നോക്കാം. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചെടുത്തിരുന്നത് സെമീന്ദാർ ആയിരുന്നു. നികുതി പിരിവിന് അധികാരമുണ്ടായിരുന്ന പ്രദേശത്തെ മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥർ സെമീന്ദാർ ആയിരുന്നു. സെമീന്ദാർമാർ ഭൂവുടമകളായതോടെ യഥാർത്ഥ കർഷകർ കുടിയാന്മാരായി മാറി. വിളവിന്റെ 60% വരെ കർഷകർ നികുതിയായി നൽകണമായിരുന്നു. വിളവ് മോശമായാലും നികുതി നൽകണമായിരുന്നു. നിശ്ചിത തീയതിയിൽ നികുതി പണമായി നൽകണമായിരുന്നു. മുൻകാലങ്ങളിൽ ഉൽപ്പന്നങ്ങളാണ് കർഷകർ നികുതിയായി നൽകിയിരുന്നത്. പക്ഷേ ആ ഒരു സമയത്ത് നിശ്ചിത തീയതിയിൽ നികുതി പണമായി തന്നെ നൽകണമായിരുന്നു. ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന കോൺവാലിസ് പ്രഭുവാണ് ഈ നയം നടപ്പിലാക്കിയത്. ശാശ്വത ഭൂനികുതി സമ്പ്രദായം നടപ്പിലാക്കിയത് കോൺവാലിസ് പ്രഭു. ദക്ഷിണേന്ത്യയിൽ നടപ്പിലാക്കിയ റയട്ട് വാരി വ്യവസ്ഥയിൽ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിക്കുന്ന രീതിയാണ് ഉണ്ടായത്. അപ്പൊ ദക്ഷിണേന്ത്യയിൽ നടപ്പിലാക്കിയ നികുതി സമ്പ്രദായമാണ് റയട്ട് വാരി വ്യവസ്ഥ. അതിൽ കർഷകരിൽ നിന്നും നേരിട്ടാണ് നികുതി പിരിച്ചിരുന്നത്. ഭൂമിയുടെ ഉടമസ്ഥാവകാശം കർഷകർക്കായിരുന്നു. എന്നാൽ അമിതമായ നികുതി നിരക്ക് കർഷകരെ ദരിദ്രരാക്കി. മഹൽവാരി വ്യവസ്ഥയില് ഗ്രാമത്തലവന്മാരായിരുന്നു നികുതി പിരിച്ചിരുന്നത്. ഈ വ്യവസ്ഥയിലും നികുതി നിരക്ക് അമിതമായിരുന്നു. ഗ്രാമത്തെ ഒരു യൂണിറ്റായി കണക്കാക്കിയായിരുന്നു നികുതി പിരിച്ചെടുത്തിരുന്നത്. അടുത്തത് വരുന്നത് കൃഷിയുടെ വാണിജ്യവൽക്കരണമാണ്. ഇന്ത്യയിലെ കർഷകർ പരമ്പരാഗതമായി കൃഷി ചെയ്യുന്നത് കുടുംബത്തിന്റെയും ഗ്രാമത്തിന്റെയും ആവശ്യത്തിന് വേണ്ടിയായിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് കർഷകർ വിപണി ലക്ഷ്യമാക്കി കൃഷി ചെയ്യാൻ നിർബന്ധിതരായി. ഭക്ഷ്യവിളകൾക്കു പകരം നാണ്യവിളകൾ വൻതോതിൽ കൃഷി ചെയ്തു. ഈ മാറ്റത്തെയാണ് അക്കാലത്ത് കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്ന് പറഞ്ഞിരുന്നത്. അതായത് ഭക്ഷ്യവിളകൾക്കു പകരം നാണ്യവിളകൾ അവർക്ക് കൃഷി ചെയ്യേണ്ടി വന്നു. ആ ഒരു മാറ്റത്തെയാണ് വാണിജ്യവൽക്കരണം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് ഭക്ഷ്യവിളകൾക്ക് പകരം ഇവര് മെയിനായിട്ട് കൃഷി ചെയ്തിരുന്നത് നീലം, പരുത്തി, കരിമ്പ്, തേയില, ചണം, ഗോതമ്പ് എന്നിവയായിരുന്നു. അപ്പൊ ബംഗാളിലും ബീഹാറിലും ആണ് മെയിനായിട്ട് നീലം കൃഷി നടത്തിയിരുന്നത്. മഹാരാഷ്ട്രയിലും പഞ്ചാബിലും പരുത്തി കൃഷി, ഉത്തർപ്രദേശിലാണ് കരിമ്പ് കൃഷി നടത്തിയിരുന്നത്.
ആസാമും കേരളവും തേയില, ബംഗാളില് ചണം, പഞ്ചാബില് ഗോതമ്പ് എന്നിവയായിരുന്നു മെയിനായിട്ട് കൃഷി ചെയ്തിരുന്നത്. ഈ ഒരു സെക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. ബംഗാളിലും ബീഹാറിലും നീലമാണ് മെയിനായിട്ട് കൃഷി ചെയ്തിരുന്നത്. അടുത്തത് നീലം കർഷകരുടെ കലാപം. തുണികൾക്ക് നിറം നൽകാനായിരുന്നു നീലം ഉപയോഗിച്ചിരുന്നത്. 18-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലുണ്ടായ വ്യവസായ വിപ്ലവം തുണി നിർമ്മാണ രംഗത്ത് വലിയ കുതിച്ചുചാട്ടം ഉണ്ടായി. അതോടെ നീലത്തിന്റെ ആവശ്യം വർദ്ധിച്ചു. ഇന്ത്യയിൽ നീലം കൃഷി വ്യാപകമാക്കേണ്ടത് ബ്രിട്ടീഷ് വ്യവസായികളുടെ ആവശ്യമായിരുന്നു. കർഷകർക്ക് വൻ തുക മുൻകൂറായി നൽകി അവരെ കൊണ്ട് നീലം കൃഷി ചെയ്യിപ്പിച്ചു. ഉയർന്ന ഭൂനികുതി അടയ്ക്കാൻ കഴിയാതെ വിഷമിച്ച കർഷകർ കമ്പനി ഉടമകളുടെ പ്രലോഭനത്തിന് വഴങ്ങി നീലം വ്യാപകമായി കൃഷി ചെയ്തു. ബ്രിട്ടീഷുകാരിൽ നിന്നും പണം മുൻകൂറായി കൈപ്പറ്റിയ ഓരോ കർഷകനും തന്റെ കൃഷിയിടത്തിന്റെ നിശ്ചിത ഭാഗത്ത് നീലം കൃഷി ചെയ്യണമെന്നായിരുന്നു നിബന്ധന. മാത്രമല്ല കൃഷിയിടത്തിന്റെ ഏറ്റവും ഫലഭൂഷ്ടമായ ഭാഗത്തായിരുന്നു നീലം കൃഷിയിറക്കേണ്ടിയിരുന്നത്. അതിനാൽ ഭക്ഷ്യധാന്യങ്ങൾ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നീലം കൃഷി ചെയ്യേണ്ടി വന്നു. വിളവെടുപ്പ് കാലത്താകട്ടെ ബ്രിട്ടീഷ് ഏജന്റുമാരുടെ ഇടപെടൽ കാരണം നീലത്തിന് കുറഞ്ഞ വില മാത്രമേ ലഭിച്ചുള്ളൂ. പിൻകാലത്ത് കൃത്രിമ ചായങ്ങളുടെ കണ്ടെത്തലോടെ തുണികൾക്ക് നിറം നൽകാൻ നീലം ആവശ്യമില്ലാതെ. അപ്പോൾ കൃത്രിമ ചായങ്ങളുടെ കണ്ടെത്തലോടെ തുണികൾക്ക് നിറം നൽകുന്നതിന് നീലത്തിന്റെ ആവശ്യം ഇല്ലാണ്ടായി. ഇതോടെ കൃഷിഭൂമിയുടെ ഭൂരിഭാഗവും നീലം കൃഷിക്ക് മാറ്റിവെച്ച കർഷകന്റെ അവസ്ഥ കൂടുതൽ ദുരിതത്തിലായി. അങ്ങനെ 1859 ബംഗാളിൽ കർഷകർ സംഘടിച്ച് നീലം കൃഷി ഉപേക്ഷിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചു. അമ്പും വില്ലും വാളും കുന്തവുമായി അവർ നീലം ഫാക്ടറികൾ ആക്രമിച്ചു. നിരവധി സ്ത്രീകളും കലാപത്തിൽ പങ്കാളികളെ. ബ്രിട്ടീഷുകാരെ പിന്തുണച്ചവരെയും അവർക്ക് വേണ്ടി ജോലി ചെയ്തവരെയും കലാപകാരികൾ ബഹിഷ്കരിച്ചു. ഗ്രാമങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ആരംഭിച്ച കലാപത്തെപ്പറ്റി അറിഞ്ഞ കൽക്കത്തയിൽ നിന്നും നിരവധി വിദ്യാസമ്പന്നർ കലാപ പ്രദേശങ്ങളിലെത്തി കർഷകർക്ക് പിന്തുണ നൽകി. ഇതേ തുടർന്ന് നീലം കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ബ്രിട്ടീഷ് ഭരണാധികാർ ഒരു കമ്മീഷനെ നിയമിച്ചു. ലാഭകരമല്ലാത്തതിന് നീലം കൃഷി അവസാനിപ്പിക്കണമെന്ന് ഈ കമ്മീഷൻ നിർദ്ദേശിക്കുകയും ചെയ്തു. അടുത്തത് ഇതേപോലെയുള്ള കർഷക കലാപങ്ങൾ നമ്മുടെ കേരളത്തിലും നടക്കുകയുണ്ടായി. അതിനെക്കുറിച്ചാണ് പറയുന്നത്. ബ്രിട്ടീഷ് അധീനതയിലായിരുന്ന മലബാറും കലാപങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ജന്മിമാരുടെ ബ്രിട്ടീഷുകാരുടെയും ചൂഷണവും അടിച്ചമർത്തലുമാണ് കലാപത്തിന് നയിച്ചത്. ജന്മിമാരെയാണ് ഭൂവുടമകളായി ബ്രിട്ടീഷുകാർ കണക്കാക്കിയത്. ബ്രിട്ടീഷുകാരുടെ പിന്തുണയോടെ ജന്മിമാർ നടത്തിയ കുടിയൊഴിപ്പിക്കലടക്കമുള്ള ദ്രോഹ നടപടികൾക്കെതിരെയാണ് കലാപം നടന്നത്. ഭൂവുടമകളായിരുന്ന ജന്മിമാരിൽ നിന്നും സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്ത പാട്ടക്കുടിയാന്മാരായിരുന്ന തെക്കേ മലബാറിലെ കർഷകർ. ഇവരിൽ ഭൂരിഭാഗവും മാപ്പിളമാരായിരുന്നു. മലബാറിലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെയാണ് മാപ്പിളമാർ എന്നറിയപ്പെട്ടിരുന്നത്. അതുകൊണ്ട് 19-ാം നൂറ്റാണ്ടിലുണ്ടായ ഈ കലാപങ്ങൾ മാപ്പിള കലാപങ്ങൾ എന്ന് അറിയപ്പെടുന്നു. 22ഓളം കലാപങ്ങൾ മലബാറിലുണ്ടായി. ഈ സമയത്ത് 22ഓളം കലാപങ്ങൾ മലബാറിലുണ്ടായി. ഈ കലാപങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന പേരിൽ ഒരു പ്രത്യേക വിഭാഗം പോലീസ് സേനയെ രൂപീകരിച്ചപ്പോൾ മലബാറിലുണ്ടായ ഈ കലാപങ്ങൾ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് രൂപീകരിച്ച പോലീസ് സേനയാണ് മലബാർ സ്പെഷ്യൽ പോലീസ്, അതായത് MSP എന്ന പോലീസ് സേന രൂപീകരിച്ചു. തുടർച്ചയായ കലാപങ്ങളെപ്പറ്റി പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് വില്യം ലോഗൺ കമ്മീഷനെ നിയമിച്ചു. അപ്പം മലബാറിലുണ്ടായ ഈ കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷനാണ് വില്യം ലോഗൺ. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് കലാപത്തിന് കാരണമെന്ന് കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചു. അടുത്ത സെക്ഷൻ കാടുകൾ കലാപഭൂമിയാകുന്നു എന്നാണ്. ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാർ സംസ്ഥാനങ്ങളെ പരന്നു കിടക്കുന്ന രാജ്മഹൽ കുന്നുകളുടെ താഴ്വരയിൽ ജീവിച്ചിരുന്ന ഗോത്ര ജനതയായിരുന്നു സന്താൾമാർ. അപ്പം രാജ്മഹൽ കുന്നുകളുടെ താഴ്വരയിൽ ജീവിച്ചിരുന്ന ഗോത്ര ജനതയാണ് സന്താൾമാർ. വനവിഭവങ്ങൾ ശേഖരിച്ചും കൃഷി ചെയ്തും പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചു പോന്നവർ. കരുത്തരും അധ്വാനശീലരും തനതായ സംസ്കാരമുള്ളവരുമായിരുന്നു അവർ. ബ്രിട്ടീഷ് ആധിപത്യം സ്ഥാപിക്കപ്പെട്ടതോടെ സന്താൾ ജനതയുടെ ജീവിതത്തിന്റെ താളം നഷ്ടമായി.
സെമീന്ദാന്മാരും കൊള്ളപ്പലിശക്കാരന്മാരുടെ ഭൂമി കൈയടക്കി. റെയിൽവേ നിർമ്മാണത്തിനു വേണ്ടി സന്താൾ ജനതയെ അടിമകളെ പോലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ജോലി ചെയ്യിപ്പിച്ചു. ജീവിതം ഗതിമുട്ടിയ സന്താൾ ജനത നേതാക്കന്മാരായ സിദ്ധുവിന്റെയും കാനുവിന്റെയും നേതൃത്വത്തിൽ ആയുധമെടുത്തു. അപ്പോൾ സന്താൾ ജനതയുടെ നേതാക്കന്മാരായിരുന്നു സിദ്ധുവും കാനുവും. അപ്പൊ അവരുടെ നേതൃത്വത്തിൽ അവർ ആയുധമെടുത്തു. രാജ്മഹൽ കുന്നുകൾ ബ്രിട്ടീഷ് ചൂഷകർക്കെതിരായ പോരാട്ട വേദിയായി. ഗോത്ര ജനതയുടെ പോരാട്ട വീര്യത്തിന് മുന്നിൽ ബ്രിട്ടീഷുകാർ പകച്ചു നിന്നു. എന്നാൽ ദീർഘകാലം പിടിച്ചു നിൽക്കാൻ സന്താൾ ജനതയ്ക്ക് കഴിഞ്ഞില്ല. ആയിരക്കണക്കിന് സന്താളുകൾ പോരാട്ടത്തിൽ മരിച്ചു വീണു. സന്താൾ ജനതയുടെ നേതാക്കന്മാരായിരുന്നു സിദ്ധുവും കാനുവും. അവരുടെ പേരില് സന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയ സിദ്ധുവിന്റെയും കാനുവിനെയും ആദരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. അവരുടെ പേരാണ് സിദ്ധു കാനു. അടുത്തത് 1855 ബ്രിട്ടീഷുകാർക്കെതിരെ സന്താൾ ജനത നടത്തിയ ചെറുത്തുനിൽപ്പിന്റെ വിവരണമാണ് മുകളിൽ നൽകിയിട്ടുള്ളത്. അപ്പൊ ഏത് വർഷമാണ് ഈ സന്താൾ സമരം നടന്നത്? 1855. അടുത്ത മെയിനായിട്ട് വരുന്നത് കുറിച്യ കലാപമാണ്. ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ നടന്ന മറ്റൊരു ഗോത്ര കലാപമാണ് വയനാട്ടിലെ കുറിച്യ കലാപം. അപ്പൊ കുറിച്യ കലാപം നടന്നത് എവിടെയാണ്? വയനാട്ടിലാണ് നടന്നത് കുറിച്യ കലാപം. വയനാട്ടിലെ ഗോത്ര ജനതയായ കുറിച്യരും കുറുമ്പരുമായിരുന്നു കലാപം നടത്തിയത്. ആരൊക്കെ തമ്മിലായിരുന്നു? കുറിച്യരും കുറുമ്പരും. 1812 നടന്ന ഈ കലാപത്തിന്റെ കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു? അപ്പൊ കുറിച്യ കലാപം നടന്ന വർഷം 1812 ഇതിന്റെ കാരണങ്ങൾ പറയുന്നത് ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയതും നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത്, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത്. ഈ കാരണങ്ങളാണ് കുറിച്യ കലാപങ്ങൾക്ക് വഴിതെളിച്ചത്. കുറിച്യ കലാപം നടന്നത് 1812 വയനാട്ടിലാണ് നടന്നത്. വയനാട്ടിലെ ഗോത്ര ജനതയെ കുറിച്യരും കുറുമ്പരുമായിരുന്നു ഈ കലാപം നടത്തിയത്. കലാപം നടന്നത് കുറിച്യ നേതാവായ രാമൻ തമ്പിയുടെ നേതൃത്വത്തിലായിരുന്നു. കുറിച്യ നേതാവാരായിരുന്നു? രാമൻ തമ്പിയായിരുന്നു. ഗോത്ര ജനതയ്ക്ക് പുറമെ മറ്റു വിഭാഗങ്ങളും കലാപത്തിൽ പങ്കാളികളായി. കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷുകാർ രാമൻ തമ്പിയെ പിടികൂടി വധിച്ചു. അപ്പൊ ഈ കുറിച്യ കലാപത്തിൽ അവർക്ക് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ അവരുടെ നേതാവായ രാമൻ തമ്പിയെ ബ്രിട്ടീഷുകാർ പിടികൂടി വധിച്ചു. തലശ്ശേരിയിലെ അന്നത്തെ സബ് കളക്ടർ TH ബേപ്പർ കലാപത്തെപ്പറ്റി ഇങ്ങനെ രേഖപ്പെടുത്തി: 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് പറഞ്ഞത് ആരാണ്? അന്നത്തെ സബ് കളക്ടറായിരുന്ന TH ബേബർ. 19ാം നൂറ്റാണ്ടിൽ സാന്താൾ കുറിച്യ കലാപങ്ങൾക്ക് പുറമെ നിരവധി ഗോത്ര കലാപങ്ങൾ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നടന്നു. അവയിൽ പ്രധാനപ്പെട്ടവ താഴെ പറയുന്നത്: പഹാരിയ കലാപം, കോൾ കലാപം, ഖാസി കലാപം, ഭീൽ കലാപം, മുണ്ട കലാപം. അടുത്തത് പറയുന്നത് പരമ്പരാഗത വ്യവസായങ്ങളുടെ തകർച്ചയെക്കുറിച്ചാണ്. അക്കാലത്ത് പാരമ്പര്യമായിട്ടുണ്ടായിരുന്ന വ്യവസായങ്ങളാണ് മൺപാത്ര നിർമ്മാണം, തുകൽപ്പണി, മരപ്പണി എന്നിവ. ഇതിന്റെയൊക്കെ തകർച്ചയുടെ കാരണം പറയുന്നത് മൺപാത്ര നിർമ്മാണത്തിന്റെ തകർച്ചയ്ക്ക് കാരണം അലൂമിനിയം പാത്രങ്ങളുടെ ഇറക്കുമതികളായിരുന്നു. അതുപോലെ തുകൽ പണിക്കുള്ള തകർച്ചയുടെ കാരണം അസംസ്കൃത വസ്തുവായ തുകലിന്റെ യൂറോപ്പിലേക്കുള്ള കയറ്റുമതി. മരപ്പണിക്ക് ലോഹ നിർമ്മിത യന്ത്രങ്ങളുടെ ഉപയോഗം. ഇത്രയും കാര്യങ്ങൾ ഈ ഗ്രാമീണ വ്യവസായങ്ങളെ തകർച്ചയിലേക്ക് നയിച്ചു. കാർഷിക മേഖലയുടെയും കരകൗശല വ്യവസായത്തിന്റെയും തകർച്ച ക്ഷാമങ്ങളിലേക്കും പട്ടിണി മരണത്തിലേക്കുമാണ് ഇന്ത്യയെ തള്ളിവിട്ടത്. ലക്ഷക്കണക്കിന് ആളുകൾ ഈ ക്ഷാമത്താൽ മരണമടഞ്ഞു. അടുത്ത് പറയുന്നത് ആധുനിക വ്യവസായങ്ങളുടെ ആരംഭവും തൊഴിലാളികളുടെ അവസ്ഥയുമാണ്. 19ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് വ്യവസായികൾ ഇന്ത്യയിൽ ആധുനിക വ്യവസായങ്ങൾ ആരംഭിച്ചു. എന്നാൽ ഇവയുടെ എണ്ണം വളരെ പരിമിതമായിരുന്നു. തോട്ടം വ്യവസായമായിരുന്നു ആദ്യം സ്ഥാപിച്ചത്. ബ്രിട്ടീഷ് വ്യവസായികൾ ആദ്യമായിട്ട് സ്ഥാപിച്ചത് തോട്ടം വ്യവസായമായിരുന്നു. പിന്നീട് തുണി, ചണം, ഇരുമ്പുരുക്ക്, പേപ്പർ തുടങ്ങിയ വ്യവസായങ്ങളും ആരംഭിച്ചു.
ഇത്തരം വ്യവസായങ്ങളിലെ തൊഴിലാളികളും ചൂഷണത്തിനിരയായി. അവരുടെ അവസ്ഥ വളരെ ശോചനീയമായിരുന്നു. മണിക്കൂറുകളോളം നീണ്ട ജോലി സമയം, കുറഞ്ഞ കൂലി, അനാരോഗ്യകരമായ താമസ സൗകര്യങ്ങൾ എന്നിവയായിരുന്നു തൊഴിലാളികളുടെ പ്രധാന പ്രശ്നങ്ങൾ. 19ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ ചൂഷിതരായ വ്യത്യസ്ത ജനവിഭാഗങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ സംഘടിത കലാപങ്ങൾക്ക് തുടക്കം കുറിച്ചു. പ്രധാനമായിട്ട് വരുന്നത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം 1857. മീററ്റിലെ ശിപ്പായിമാരായിരുന്നു ഈ കലാപത്തിന് തുടക്കം കുറിച്ചത്. ഒന്നാം സ്വാതന്ത്ര്യ സമരം ശിപ്പായി ലഹള എന്നും അറിയപ്പെടുന്നു. ശിപ്പായി ലഹള എന്തായിരുന്നു അവരെ കലാപത്തിലേക്ക് നയിച്ചത്? തുച്ഛമായ ശമ്പളവും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് നേരിട്ട അവഹേളനവുമായിരുന്നു ശിപ്പായിമാരുടെ അസംതൃപ്തിക്ക് കാരണം. സൈനികർക്ക് പുതുതായി നൽകിയ എൻഫീൽഡ് തോക്കുകളിൽ ഉപയോഗിക്കുന്ന തിരകളിൽ പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പാണ് ഉപയോഗിക്കുന്നതെന്ന പ്രചാരണം അവരെ പ്രകോപിപ്പിച്ചു. ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായ സൈനികരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്നതായിരുന്നു ഇത്. പുതിയ തിരകൾ ഉപയോഗിക്കാൻ വിസമ്മതിച്ച ശിപ്പായിമാരെ ബ്രിട്ടീഷ് മേധാവികൾ ശിക്ഷിച്ചു. ബംഗാളിലെ ബാരക്പൂരിൽ മംഗൾ പാണ്ഡെ എന്ന സൈനികൻ പുതിയ തിര ഉപയോഗിക്കാൻ നിർബന്ധിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനു നേരെ വെടിയുതിർത്തു. തുടർന്ന് അറസ്റ്റിലായ മംഗൾ പാണ്ഡെയെ വിചാരണ ചെയ്ത് തൂക്കിക്കൊന്നു. സാധാരണക്കാരായ കർഷകരുടെയും കരകൗശല തൊഴിലാളികളുടെയും പങ്കാളിത്തമായിരുന്നു കലാപത്തിന്റെ പ്രധാന പ്രത്യേകത. അവധ് എന്ന നാട്ടുരാജ്യത്തിൽ കലാപത്തിൽ കൊല്ലപ്പെട്ട 1.5 ലക്ഷം പേരിൽ 1 ലക്ഷത്തോളം പേർ സാധാരണ ജനങ്ങളായിരുന്നു. ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു കലാപത്തിന്റെ യഥാർത്ഥ ശക്തി. ഡൽഹി പിടിച്ചെടുത്ത കലാപകാരികൾ ബഹദൂർ ഷാ രണ്ടാമനെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. അപ്പൊ ഡൽഹിയിലെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത് ബഹദൂർ ഷാ രണ്ടാമൻ. അപ്പൊ നമുക്ക് വിവിധ സ്ഥലങ്ങളിൽ ആരൊക്കെയാണ് കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് എന്ന് നോക്കാം. ഈ ഒരു സെക്ഷൻ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് പല ക്വസ്റ്റ്യൻ പേപ്പറുകളിലും കണ്ടിട്ടുണ്ട്. ഡൽഹിയിലെ കലാപത്തിന് നേതൃത്വം കൊടുത്തത് ബഹദൂർ ഷാ രണ്ടാമനാണ്. ഡൽഹി കലാപത്തിന് നേതൃത്വം കൊടുത്തത് ബഹദൂർ ഷാ രണ്ടാമൻ. ഝാൻസി റാണി ലക്ഷ്മിബായ്. ഝാൻസിയിലെ കലാപത്തിന് നേതൃത്വം കൊടുത്തത് റാണി ലക്ഷ്മിബായ്. അതുപോലെ ലക്നൌവിലെ കലാപത്തിന് നേതൃത്വം കൊടുത്തത് ബീഗം ഹസ്രത്ത് മഹൽ. എവിടത്തെയാണ്? ലക്നൌവിലെ കലാപത്തിന് നേതൃത്വം കൊടുത്തത് ബീഗം ഹസ്രത്ത് മഹൽ. കാൺപൂരിലെ കലാപത്തിന് നേതൃത്വം കൊടുത്തത് നാനാ സാഹിബും താത്തിയ തോപ്പിയും. കാൺപൂരിലെ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് നാനാ സാഹിബ് താത്തിയ തോപ്പി. അടുത്തത് ഫൈസാബാദിലെ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് മൗലവി അഹമ്മദുള്ള. ബ്രിട്ടീഷുകാരുടെ ശക്തമായ സൈനിക ബലത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിഞ്ഞില്ല. കലാപത്തെ ബ്രിട്ടീഷുകാർ പൂർണ്ണമായും അടിച്ചമർത്തി. പരാജയപ്പെട്ടുവെങ്കിലും ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് വിമുക്തമാകാനുള്ള ഇന്ത്യൻ ജനതയുടെ ആദ്യത്തെ മഹത്തായ സമരമായിരുന്നു അത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ചൂഷണം തിരിച്ചറിയുന്നു. ബ്രിട്ടീഷുകാർ നടത്തിയ സാമ്പത്തിക ചൂഷണം ഇന്ത്യയിലെ വിവിധ വിഭാഗം ജനങ്ങൾക്കിടയിൽ കടുത്ത ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം ഉണ്ടാക്കി. ഈ മനോഭാവമാണ് 19ാം നൂറ്റാണ്ടിൽ ഇന്ത്യൻ ദേശീയതയുടെ രൂപപ്പെടലിന് നയിച്ച ഘടകം. ജാതി, മത, വർഗ, പ്രാദേശിക വ്യത്യാസങ്ങൾക്ക് അതീതമായി ഒരു രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഐക്യബോധമാണ് ദേശീയത. ഇങ്ങനെ വളർന്നു വന്ന ദേശീയതയുടെ ഒരു സംഘടിത രൂപമായിരുന്നു ഇന്റർനാഷണൽ കോൺഗ്രസ്. 1885 ഡിസംബറിൽ ബോംബെയിൽ വെച്ചാണ് ഇന്റർനാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത്. ഇന്റർനാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച വർഷം 1885 ഡിസംബറിൽ ബോംബെയിൽ വെച്ചാണ് രൂപീകരിച്ചത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ 72 പ്രതിനിധികൾ രൂപീകരണ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണ സമ്മേളനത്തിൽ പങ്കെടുത്തത് 72 പ്രതിനിധികളാണ്.
1885 മുതൽ 1947 സ്വാതന്ത്ര്യം ലഭിക്കുന്നതുവരെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവഹിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെക്കുറിച്ച് സ്ഥിതിവിവരക്കണക്കുകൾ ശേഖരിച്ച് പഠനം നടത്തിയത് ദാദാഭായ് നവറോജിയായിരുന്നു. ദാദാഭായ് നവറോജിയാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തിയത്. ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും കാരണങ്ങളെക്കുറിച്ച് ചോർച്ച സിദ്ധാന്തം എന്നറിയപ്പെടുന്ന തന്റെ നിഗമനങ്ങളെക്കുറിച്ച് അദ്ദേഹം പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിൽ പ്രതിപാദിച്ചു. ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാരാണ് ദാദാഭായ് നവറോജി. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അടുത്തതാണ് നമ്മൾ സ്വദേശി പ്രസ്ഥാനം, പുതിയ തരം ചെറുത്തുനിൽപ്പുകൾ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാക്കളിൽ ഭൂരിഭാഗം പേരും ബംഗാളികളായിരുന്നു. അതിനാൽ ബംഗാളിനെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് വിശേഷിപ്പിച്ചിരുന്നു. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാളാണ്. തുടർന്ന് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താനായി 1905 കഴ്സൺ പ്രഭു ബംഗാളിനെ വിഭജിച്ചു. ബംഗാളിനെ വിഭജിച്ച വർഷം 1905 ബംഗാളിനെ വിഭജിച്ചത് കഴ്സൺ പ്രഭു. സാമ്പത്തിക ചോർച്ച തടയാൻ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്നും പകരം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ വ്യവസായങ്ങളെ ശക്തിപ്പെടുത്തണമെന്നും ആദ്യകാല ദേശീയ നേതാക്കന്മാർ ആഹ്വാനം ചെയ്തു. 1905 ബ്രിട്ടീഷുകാർ ബംഗാളിനെ വിഭജിച്ചതിനെതിരെ ആരംഭിച്ച സമരത്തിന്റെ പ്രധാന രീതി ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ ബഹിഷ്കരണവും തദ്ദേശീയ വസ്തുക്കളുടെ ഉപയോഗവുമായിരുന്നു. സമരത്തിന്റെ ഭാഗമായി വിദേശ വസ്തുക്കൾ ശേഖരിച്ച് പരസ്യമായി കത്തിച്ചു. ഈ സമരരീതി സ്വദേശി പ്രസ്ഥാനമെന്ന് അറിയപ്പെട്ടു. സ്വദേശി വസ്തുക്കളുടെ ഉപയോഗവും വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണവും ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് പുതുജീവൻ നൽകി. അടുത്തൊരു മെയിൻ പോയിന്റ്, കപ്പലോട്ടിയ തമിഴൻ. തമിഴ്നാട്ടിൽ സ്വദേശി പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വി.ഒ. ചിദംബരം പിള്ള. തമിഴ്നാട്ടിലെ സ്വദേശി പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് വി.ഒ. ചിദംബരം പിള്ള. തൂത്തുക്കുടി ആസ്ഥാനമാക്കി 1906 സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചു. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത് വി.ഒ. ചിദംബരം പിള്ള 1906 തൂത്തുക്കുടി ആസ്ഥാനമാക്കി. അതിനാൽ അദ്ദേഹത്തെ കപ്പലോട്ടിയ തമിഴൻ എന്ന് വിളിക്കുന്നു. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് വി.ഒ. ചിദംബരം പിള്ള. സ്വദേശി പ്രസ്ഥാനത്തോടെ ഇന്ത്യൻ ദേശീയത കൂടുതൽ ശക്തിപ്പെട്ടു. ബാലഗംഗാധര തിലക്, ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ എന്നിവർ ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നി പറഞ്ഞു. അവർ ലാൽ പാൽ ബാൽ എന്ന് അറിയപ്പെട്ടു. അപ്പൊ ലാൽ പാൽ ബാൽ എന്നറിയപ്പെട്ടത് ആരൊക്കെയാണ്? ബാലഗംഗാധര തിലക്, ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും. ബ്രിട്ടീഷ് ഭരണത്തിൽ അസ്വസ്ഥനായ ഇന്ത്യൻ മനസ്സുകളെ ഏകോപിപ്പിച്ച് ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നതിൽ തിലകൻ നിർണായക പങ്ക് വഹിച്ചു. ഇതിനാൽ ഇദ്ദേഹത്തെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവെന്ന് ബ്രിട്ടീഷ് പത്രപ്രവർത്തകനും ചരിത്രകാരനുമായ വാലന്റൈൻ ഷിറോൾ വിശേഷിപ്പിച്ചു. അപ്പം സ്വദേശി പ്രസ്ഥാനത്തോടെ ഇന്ത്യൻ ദേശീയത കൂടുതൽ ശക്തിപ്പെട്ടു. ബാലഗംഗാധര തിലക്, ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ ഇവരാണ് ലാൽ പാൽ ബാൽ എന്ന് അറിയപ്പെട്ടത്. പിന്നെ അടുത്തൊരു പ്രധാന പോയിന്റ് വന്നത് ഇവിടെയാണ്. ബ്രിട്ടീഷ് ഭരണത്തിൽ അസ്വസ്ഥനായ ഇന്ത്യൻ മനസ്സുകളെ ഏകോപിപ്പിച്ച് ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നതിൽ തിലകൻ നിർണായക പങ്ക് വഹിച്ചു. അതിനാൽ അദ്ദേഹത്തെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ബാലഗംഗാധര തിലക്. ബാലഗംഗാധര തിലകാണ് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ഇങ്ങനെ അദ്ദേഹത്തെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? വാലന്റൈൻ ഷിറോൾ. ഈ ക്വസ്റ്റ്യൻ ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണെന്ന്? ബാലഗംഗാധര തിലക്.
ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളിലെ മൂർച്ചയേറിയ ആയുധമായിരുന്നു വിദേശ വസ്തുക്കളും ബഹിഷ്കരണവും സ്വദേശ നിർമ്മിത വസ്തുക്കളുടെ ഉപയോഗവും. പിൻകാലത്ത് ഗാന്ധിജി ഈ സമരത്തെ കൂടുതൽ ശക്തവും ജനകീയവുമാക്കി മാറ്റി. അപ്പൊ ഇത്രയുമാണ് ഈ 4ാമത്തെ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ ഇതിൽ നിന്നുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, പ്ലാസി യുദ്ധം നടന്ന വർഷം. പ്ലാസി യുദ്ധം നടന്ന വർഷം 1757. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ആധിപത്യത്തിന് അടിത്തറ പാകിയ യുദ്ധം പ്ലാസി യുദ്ധം. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ആധിപത്യത്തിന് അടിത്തറ പാകിയ യുദ്ധം പ്ലാസി യുദ്ധം. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ കോൺവാലിസ് പ്രഭു. കോൺവാലിസ് പ്രഭു. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത്. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് വി.ഒ. ചിദംബരം പിള്ള. വി.ഒ. ചിദംബരം പിള്ളയാണ് കപ്പലോട്ടിയ തമിഴൻ എന്ന് അറിയപ്പെടുന്നത്. ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന ഭൂനികുതി വ്യവസ്ഥ. ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന ഭൂനികുതി വ്യവസ്ഥ റയട്ട് വാരി വ്യവസ്ഥ. ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന ഭൂനികുതി വ്യവസ്ഥയാണ് റയട്ട് വാരി വ്യവസ്ഥ. മഹൽവാരി വ്യവസ്ഥ പ്രകാരം ഭൂനികുതി പിരിച്ചെടുത്തിരുന്നത്. മഹൽവാരി വ്യവസ്ഥ പ്രകാരം ഭൂനികുതി പിരിച്ചെടുത്തിരുന്നത് ഗ്രാമത്തലവനാണ്. മാപ്പിള ലഹളകളെ നേരിടാൻ വേണ്ടി രൂപീകരിച്ച പോലീസ് സേന. മാപ്പിള ലഹളകളെ നേരിടാൻ വേണ്ടി രൂപീകരിച്ച പോലീസ് സേന മലബാർ സ്പെഷ്യൽ പോലീസ്, MSP. മലബാർ സ്പെഷ്യൽ പോലീസ്. മലബാറിലുണ്ടായ കർഷക കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമിച്ച കമ്മീഷൻ. മലബാറിലുണ്ടായ കർഷക കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമിച്ച കമ്മീഷൻ വില്യം ലോഗൺ കമ്മീഷൻ. വില്യം ലോഗൺ കമ്മീഷൻ. രാജ്മഹൽ കുന്നുകളുടെ താഴ്വരകളിൽ ജീവിച്ചിരുന്ന ഗോത്ര ജനത. രാജ്മഹൽ കുന്നുകളുടെ താഴ്വരകളിൽ ജീവിച്ചിരുന്ന ഗോത്ര ജനത സാന്താൾമാർ. സാന്താൾമാർ. സാന്താൾ കലാപം നടന്ന വർഷം. സാന്താൾ കലാപം നടന്ന വർഷം 1855. സാന്താൾ കലാപത്തിന് നേതൃത്വം കൊടുത്തത് സിദ്ധു കാനു. സിദ്ധു കാനു എന്നിവരാണ് സാന്താൾ കലാപത്തിന് നേതൃത്വം കൊടുത്തത്. സാന്താൾ കലാപത്തിന് നേതൃത്വം കൊടുത്ത സിദ്ധുവിനെയും കാനുവിനെയും ആദരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് സ്റ്റാമ്പ് ഇറക്കിയ വർഷം 2002. 2002 സാന്താൾ കലാപത്തിന് നേതൃത്വം കൊടുത്ത സിദ്ധുവിനെയും കാനുവിനെയും ആദരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് സ്റ്റാമ്പ് ഇറക്കിയത്. കുറിച്യ കലാപം നടന്നതെവിടെ? കുറിച്യ കലാപം നടന്നത് വയനാട്ടിലാണ്. കുറിച്യ കലാപം നടന്ന വർഷം 1812. 1812 വയനാട്ടിലാണ് കുറിച്യ കലാപം നടന്നത്. കുറിച്യ കലാപത്തിന് നേതൃത്വം കൊടുത്തത് രാമനമ്പി. കുറിച്യ കലാപത്തിന് നേതൃത്വം കൊടുത്തത് രാമനമ്പി. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം 1857. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത്. ശിപ്പായി ലഹള എന്നറിയപ്പെടുന്നത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ് ശിപ്പായി ലഹള എന്ന് അറിയപ്പെടുന്നത്. 1857 വിപ്ലവത്തിൽ ലക്നൌവിൽ നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത്ത് മഹൽ. ലക്നൌവിൽ നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത്ത് മഹൽ. 1857 വിപ്ലവത്തിൽ ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ആരായിരുന്നു? ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ രണ്ടാമൻ. ബഹദൂർ ഷാ രണ്ടാമൻ. 1857 വിപ്ലവത്തിൽ കാൺപൂരിൽ നേതൃത്വം നൽകിയത്. കാൺപൂരിൽ നേതൃത്വം നൽകിയത് നാനാ സാഹിബും താത്തിയ തോപ്പിയും. നാനാ സാഹിബും താത്തിയ തോപ്പിയുമാണ് 1857 വിപ്ലവത്തിൽ കാൺപൂരിൽ നേതൃത്വം നൽകിയത്. 1857 വിപ്ലവത്തിൽ ഝാൻസിയിൽ നേതൃത്വം നൽകിയത്. ഝാൻസിയിൽ നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മിബായി. 1857 വിപ്ലവത്തിൽ ഫൈസാബാദിൽ നേതൃത്വം നൽകിയത്. 1857 വിപ്ലവത്തിൽ ഫൈസാബാദിൽ നേതൃത്വം നൽകിയത് മൗലവി അഹമ്മദുള്ള. മൗലവി അഹമ്മദുള്ള. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത്
1885 ഡിസംബർ. 1885 ഡിസംബറിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം 72. 72 പ്രതിനിധികളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത്. ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്. ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ദാദാബായ് നവറോജി. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ബംഗാൾ. ബംഗാൾ ആണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ബംഗാൾ വിഭജനം നടന്ന വർഷം 1905. ബംഗാൾ വിഭജനം നടന്ന വർഷം 1905. ബംഗാൾ വിഭജനം നടത്തിയത് കഴ്സൺ പ്രഭു. കഴ്സൺ പ്രഭുവാണ് 1905 ബംഗാൾ വിഭജനം നടത്തിയത്. കൂടുതൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്